1,00,000 രൂപ വരെ പാസീവായിട്ട് ഉണ്ടാക്കാൻ ഡിവിഡൻഡ് തരുന്ന കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോസിബിൾ ആണ്. 1,00,000 രൂപ ഡിവിഡൻഡ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ ഇതൊക്കെ നമ്മളെ കൊണ്ട് പോസിബിൾ ആവുമോ ഇല്ലയോ എന്ന്. ഇനി അതേ പൈസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര FD ഇടണം എന്ന് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. പക്ഷേ ഈ കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഡിവിഡൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പ്രോബ്ലംസും ഞാൻ പറയും. അപ്പോൾ അതും കൂടെ കേട്ടിട്ട് മാത്രം ഡിവിഡൻഡ് തരുന്ന കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ഒരിക്കലെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് നിങ്ങൾ വാങ്ങി അത് ഒരു വലിയ ഡിസപ്പോയിൻറ്റ്മെന്റ് ആയിട്ടുണ്ടോ നിങ്ങളുടെ ലൈഫിൽ? അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് താഴെ കമന്റിൽ ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്പനി ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പൈസയാണ്. മിക്കപ്പോഴും ആ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് അത് ഈ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുന്നത്. ലോകത്തിലുള്ള എല്ലാ കമ്പനികളും ഇത് കൊടുക്കുന്നൊന്നുമില്ല. വളരെ കുറച്ച് കമ്പനീസ് മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്നുള്ളൂ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ലോകത്തിലുള്ള എല്ലാ നല്ല കമ്പനികളും ഡിവിഡൻഡ് കൊടുക്കണം എന്നൊന്നുമില്ല. ഡിവിഡൻഡ് കൊടുക്കാത്ത നല്ല കമ്പനികളും മോശം കമ്പനികളും ഉണ്ട്. ഒരു കമ്പനി നല്ലതാണെന്നോ മോശമാണെന്നോ പറയാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ല ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ നമ്മുടെ റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷം നല്ലൊരു കമ്പനിയുടെ സ്റ്റോക്സ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അവർ നമുക്ക് ഡിവിഡൻഡ് തരുവാണെങ്കിൽ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതൊരു ബോണസ് ആയിട്ട് വേണം കാണാൻ. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ വേണം നമ്മൾ ഡിവിഡൻഡിനെ സമീപിക്കാൻ. ഞാനിത് പറയാൻ കാര്യം, നമ്മളിപ്പോൾ സ്ക്രീനർ പോലത്തെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇന്ത്യയിലുള്ള ഏതൊരു സ്റ്റോക്ക് മാർക്കറ്റിലെ ഏതൊരു കമ്പനിയും പല ക്രൈറ്റീരിയ വെച്ച് സെർച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഈ സ്ക്രീനർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ക്രൈറ്റീരിയാസ് കൊടുത്തു നോക്കാം. അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമുക്ക് 0 ആണെന്ന് കൊടുക്കാം. അതായത് ടാക്സ് കൊടുത്തതിന് ശേഷം ആ കമ്പനിയുടെ പ്രോഫിറ്റ് 0 ആണ്. ആ കമ്പനി പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഡിവിഡൻഡ് ഈൽഡ് 2% മുകളിലാണ് എന്നും നമുക്ക് ഒരു ക്രൈറ്റീരിയ കൊടുക്കാം. ഈ ക്രൈറ്റീരിയാസ് കൊടുത്ത് നമ്മൾ സ്ക്രീനറിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അപ്പോഴും നമുക്ക് കുറച്ച് കമ്പനീസ് കാണാം. അപ്പോൾ അതിന്റെ അർത്ഥം ആ കമ്പനീസ് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും ആ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ ജനറലായിട്ട് ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ കമ്പനി ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു മോശം കാര്യമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കമ്പനിക്ക് ആ ഒരു വർഷം പ്രോഫിറ്റ് ഉണ്ടാവാത്തതിന് പല കാരണങ്ങൾ ഉണ്ടായേക്കാം. അവരുടെ കടങ്ങളൊക്കെ ആ വർഷം അവർ ചിലപ്പോൾ കൊടുത്തു തീർത്താവാം. അതല്ലെങ്കിൽ അവർ പുതിയ ഇൻവെസ്റ്റ്മെന്റിനായിട്ട് പുതിയ മെഷീനറീസും പുതിയ ബിൽഡിങ്സും ഒക്കെ പണിതത് കൊണ്ടായിരിക്കാം അവർക്ക് ആ വർഷം പ്രോഫിറ്റ് ഇല്ലാത്തത്. അത് നമുക്ക് അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും മറ്റു കാര്യങ്ങളും ഒക്കെ കയറി നോക്കിയാൽ മാത്രമേ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ചില കമ്പനികൾ അവർക്ക് 1 രൂപ പോലും പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും അവർ ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ഒരു കമ്പനി സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കമ്പനിയുടെ ഫൈനാൻസസ് ഒക്കെ സ്റ്റേബിൾ ആണോ എന്ന് നമ്മൾ നോക്കണം. ആ കമ്പനിയുടെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളേക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കണം. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ കാരണങ്ങളാലാണ് ആ കമ്പനിക്ക് കഴിഞ്ഞ വർഷം പ്രോഫിറ്റ് ഇല്ലാത്തതെങ്കിൽ പുറമോട്ടൊരു 10 വർഷവും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത കമ്പനിയാണെങ്കിൽ, അതല്ലെങ്കിൽ 4 വർഷമോ 5 വർഷമോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത കമ്പനിയാണെങ്കിൽ എപ്പോഴും ഈ കാരണം ആയിക്കൊള്ളുന്നില്ല. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇനി ആ കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഓരോ വർഷവും ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. EPS നോക്കണം, ROCE നോക്കണം. ഇതൊക്കെ സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രം നമ്മൾ ഡിവിഡൻഡ് തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഇനി ഇതെല്ലാം സാറ്റിസ്ഫാക്ടറി ആണ്, അടിപൊളി കമ്പനിയാണ്, ഒരു രക്ഷയില്ല, ഒരുപാട് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനിയാണെങ്കിൽ അത് ഡിവിഡൻഡ് തരുന്നില്ലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഇതിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ വലിയ കമ്പനീസ് മാത്രം ചൂസ് ചെയ്യുക. അതായത് സ്മോൾ ക്യാപ്പോ മിഡ് ക്യാപ്പോ ചൂസ് ചെയ്യാതെ ലാർജ് ക്യാപ്പ് കമ്പനീസ് മാത്രം, ഡിവിഡൻഡ് തരുന്ന ലാർജ് ക്യാപ്പ് കമ്പനീസ് മാത്രം ഈ ഫിനാൻഷ്യൽസ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതും സ്റ്റേബിൾ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഇതൊന്നും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസർച്ച് ഒന്നും ചെയ്യാൻ ഒട്ടും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുക. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ പണവും സമയവും വേസ്റ്റ് ആക്കുന്നതിന് പകരം നിങ്ങൾക്ക് നേരെ പോയാൽ ഏതെങ്കിലും നല്ല നിങ്ങളുടെ റിസ്ക്കുമായിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം പറഞ്ഞ ചോദ്യം ഒന്നുകൂടെ നോക്കാം. അതായത് 1,00,000 രൂപ പാസീവായിട്ട് ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാ മാസവും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന്. ഇപ്പം നമ്മൾ ITCയുടെ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിന് എല്ലാ ക്വാർട്ടറിലും അവർ 3 രൂപ വെച്ചാണ് തരുന്നത്. ഈ നമ്പേഴ്സ് ഒന്നും അക്യുറേറ്റ് അല്ല, പല കാരണത്താൽ ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ഞാനൊരു ആവറേജ് കാൽക്കുലേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ITCയുടെ ഒരു സ്റ്റോക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ക്വാർട്ടറിലും അവർ 3 രൂപ വീതം നമുക്ക് ഡിവിഡൻഡ് തരും. അപ്പോൾ ITCയുടെ സ്റ്റോക്സ് ഏകദേശം ഒരു 3.8 crores to 4.5 crores സ്റ്റോക്സ് നമ്മൾ വാങ്ങി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 1,00,000 രൂപ എല്ലാ മാസവും നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്സിലല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, US സ്റ്റോക്സിലാണ്. മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഹോം ഡിപ്പോ, JP Morgan ഇവരൊക്കെ ഡിവിഡൻഡ് തരുന്ന കമ്പനീസ് ആണ്. പക്ഷേ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ US ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് S&P 500 ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഏകദേശം 8 കോടി രൂപയുടെ അടുപ്പിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് S&P 500 സ്റ്റോക്സ് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് 1,00,000 രൂപ ഒരു മാസം ഡിവിഡൻഡ് ആയിട്ട് കിട്ടും. ഇനി ഒരു കമ്പനി ആയിട്ടല്ല, അതല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് ഫണ്ട് ആയിട്ടല്ല നമ്മൾ വാങ്ങിക്കുന്നത്, മൾട്ടിപ്പിൾ കമ്പനീസ് നമ്മൾ സ്ക്രീനറിൽ പോയി കുറേ ഫൈനാൻഷ്യൽസ് ഇട്ട് കൊടുത്ത് കുറച്ച് ക്രൈറ്റീരിയാസ് ഇട്ട് നോക്കിയിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് കുറച്ച് കമ്പനീസ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ച് വിട്ട് കഴിഞ്ഞാലും ഒരു 3 to 5 crores
ക്രോസ് എങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് കമ്പനീസ് വാങ്ങിക്കാതെ നിങ്ങൾക്ക് ഈ പറയുന്ന ലെവൽ ഓഫ് ഡിവിഡൻഡ് പെർ മന്ത് കിട്ടില്ല. ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വളരെ സേഫ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഒന്നിലും ഒരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ കൊണ്ട് FD ഇട്ട് വയ്ക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡിവിഡൻഡ് അല്ലെങ്കിൽ ഇത്രയും ഇൻകം കിട്ടണമെങ്കിൽ, പാസീവായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ 7 to 10% റിട്ടേൺസ് ആണ് എന്നൊന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ 10% ആനുവൽ റിട്ടേൺസ് ആണ് എന്ന് തന്നെ നമ്മൾ അസ്യൂം ചെയ്താൽ ഒരു 1.2 to 1.3 ക്രോസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപ ഒരു മാസം പാസീവായിട്ട് കിട്ടും. ഞാനീ പറയുന്ന എല്ലാത്തിനും പുറമേ നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇനി നിങ്ങൾ FD ആണ് ഇടുന്നതെങ്കിൽ FDക്ക് ഒരു 6% നമുക്ക് കണക്കാക്കാം. 6% ആണ് കണക്കാക്കുന്നതെങ്കിൽ നമ്മൾ 2 കോടിയെങ്കിലും FD ആയിട്ട് ഇട്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പെർ മന്ത് 1 lakh എന്ന് പറയുന്ന ഒരു പാസീവ് ഇൻകം ആയിട്ട് കിട്ടും. പക്ഷേ നമ്മൾ ഈ ഡെറ്റ് ഫണ്ടിലോ FDയിലോ ഇടുന്നതൊന്നും നമുക്ക് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ FD 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും, നമ്മളത് മേടിച്ച് കൈ വയ്ക്കും, തിരിച്ച് നമുക്ക് ആ 1 കോടി തന്നെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സിൻ്റെ വാല്യൂവും അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് നല്ല കമ്പനീസ് ആണെങ്കിൽ. അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നത് എപ്പോഴും ഒരു ബോണസ് ആയിരിക്കും. പക്ഷേ ഇവിടെ വരുന്നൊരു വലിയ ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഡൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ വരാൻ പോകുന്ന 2 പ്രോബ്ലംസ് ഉണ്ട്. ആദ്യമായിട്ട് ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയേ അല്ല, അത് ഈ കമ്പനിയുടെ പ്രൊറോഗേറ്റീവ് ആണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കാം, കൂട്ടാം, തരുന്നില്ല എന്ന് വെക്കാം. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വലിയൊരു പോർട്ട്ഫോളിയോ കുറേ വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ട് വന്ന പോർട്ട്ഫോളിയോയിലുള്ള പല കമ്പനീസും ഡിവിഡൻഡ് തരുന്നില്ല എന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഡിവിഡൻഡ് കിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ കമ്പനീസ് തരുന്ന ഡിവിഡൻഡ് കണ്ണ് തള്ളി നമ്മൾ ഈ കമ്പനീസിൽ പോയി ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ ഫണ്ടമെന്റലി ഈ കമ്പനീസ് മോശമാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പനീൻ്റെ വാല്യൂ നഷ്ടപ്പെടും. കമ്പനിയുടെ വാല്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്സിൻ്റെ വാല്യൂ നഷ്ടപ്പെടും. നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച സ്റ്റോക്സ് ആണെങ്കിൽ അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനി മോശമാണെങ്കിൽ അതിന് ചിലപ്പം 5 രൂപയോ 10 രൂപയോ കാണത്തുള്ളൂ. നിങ്ങൾക്ക് 1% to 2% ഡിവിഡൻഡ് എല്ലാ മാസവും കിട്ടി അല്ലെങ്കിൽ എല്ലാ വർഷവും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മെജോറിറ്റി പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ബാഡ് ന്യൂസ് അല്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നല്ല കമ്പനീസ് കണ്ടുപിടിച്ചാണ് ചെയ്യുന്നതെങ്കിൽ FDയിലും ഡെറ്റ് ഫണ്ടിലും ഇടുന്നത് പോലൊന്നും അല്ല, ഈ കമ്പനിയുടെ അപ്രിസിയേഷനും നിങ്ങൾക്ക് കിട്ടും, അതേപോലെ തന്നെ ബോണസ് ആയിട്ട് ഈ ഡിവിഡൻഡും കിട്ടും. പക്ഷേ എക്സ്ട്രീം എമൗണ്ട് ഓഫ് റിസർച്ച് അതിനാവശ്യമാണ്. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ കമ്പനീസ് ഡിവിഡൻഡ് തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഡൻഡ് വാങ്ങിക്കുക എന്ന് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി അത്ര നല്ലൊരു സ്ട്രാറ്റജി അല്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? ഈ ഡിവിഡൻഡ് പെർ മന്ത് 1 lakh ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് വർഷങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ തന്നെ, ഒരു 5-10 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് പോയാൽ തന്നെ ഇതൊക്കെ നമ്മളെപ്പോലുള്ള എല്ലാ ആളുകൾക്കും അച്ചീവബിൾ ആണ്. ഇത് അച്ചീവബിൾ ആണോ എന്ന് ചോദിക്കുന്നതിന് മുകളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതിലുണ്ടാവുന്ന പ്രോബ്ലംസും ഇതിലെ ട്രാപ്സും ആണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി സ്റ്റേബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. എത്ര ഡിവിഡൻഡ് അവർ തരുന്നുണ്ട് എന്നുള്ള കാര്യം സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റിംഗിലേക്ക് ആദ്യമായിട്ട് കടക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അതല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി കൂടുതൽ അറിയണം, ബേസിക് തൊട്ട് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങണമെങ്കിൽ ഒരു തുടക്കക്കാർക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. ഉറപ്പായിട്ടും ആ വീഡിയോ കൂടെ കണ്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക.